പൂമ്പാറ്റകൾക്ക് ക്ഷണത്തിന്റെ ആവശ്യമില്ല. ഇനി ഇവിടെ സഞ്ചാരികളും ക്ഷണിക്കാതെ എത്തും ടുലിപ്പ് പുഷ്പങ്ങളുടെ വർണ്ണവസന്തം ആസ്വദിക്കാൻ. സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കാൻ കാത്തിരിക്കുകയാണ് ഈ സ്വപ്നഭൂമി. പല നിറങ്ങളിലുള്ള 73 തരം ടുലിപ്പ് പുഷ്പങ്ങളാണ് ഇവിടെ വർണ്ണക്കാഴ്ചയൊരുക്കുന്നത്. 55 ഹെക്ടറിലായി 17 ലക്ഷം ചെടികളാണ് ഇത്തവണ നട്ടത്. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി 2007 ടുലിപ്പ് തോട്ടം നിർമ്മിച്ചത്. തുടക്കത്തിൽ 1.5 ലക്ഷത്തോളം ചെടികളാണ് ഉണ്ടായിരുന്നത്. സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് തോട്ടം വിപുലമാക്കിയത്. ഇനി മഞ്ഞിന്റെ താഴ്വര സഞ്ചാരികൾക്കായി കാത്തുവെക്കുന്നത് ടുലിപ്പ് പുഷ്പങ്ങളുടെ വർണ്ണപ്രപഞ്ചം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അക്ഷയ ബിജുവിന്റെ കൂടെ. ഗുഡ് മോർണിംഗ് അക്ഷയ. നമ്മുടെ നാട്ടിലോ ഇങ്ങനെ ഒരു വർണ്ണ വിസ്മയം എന്ന് ആലോചിച്ചു പോകുന്നു. ഏതായാലും അഭിമാനം തോന്നുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളിലെയൊക്കെ ചില ദൃശ്യങ്ങൾ സിനിമകളിലൂടെയോ അല്ലാതെ വീഡിയോകളിലൂടെയോ ഒക്കെയാണ് നമ്മൾ സാധാരണ കാണാറല്ലേ അക്ഷയ? നമുക്ക് പോകണം കേട്ടോ. തീർച്ചയായിട്ടും മോത്തി, നമ്മുടെ നാട്ടിൽ അതും ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ടുലിപ്പ് തോട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഭൂമിയിലെ സ്വർഗം എന്നാണ് കശ്മീർ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ആ സ്വർഗ്ഗഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വർണ്ണവസന്തം കൂടി വരുമ്പോൾ അത് അതിൻ്റെ മാറ്റു കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടുലിപ്പ് പുഷ്പങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഡൽഹിയിലും കശ്മീരിലും ഒക്കെ ടുലിപ്പ് വളരാൻ പറ്റുന്ന കാലാവസ്ഥയൊക്കെ തന്നെയാണുള്ളത്. അവിടെയും ടുലിപ്പ് തോട്ടങ്ങളുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തോട്ടം ഇത് ആദ്യമായിട്ടായിരിക്കും. ബാബറാണ് നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ടുലിപ്പ് പുഷ്പങ്ങൾ കൊണ്ടുവരുന്നത്. ഹോളണ്ടാണ് ടുലിപ്പിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം. അവിടെ നിന്ന് പിന്നീട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ ഇതിങ്ങനെ വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ കൃഷിയായിട്ട് ഇങ്ങനെ ഇപ്പോൾ ലോകം മുഴുവൻ. കാരണം ഇതൊക്കെ ഇങ്ങനെ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ്. പ്രണയത്തിൻ്റെ പുഷ്പമെന്ന് നമ്മൾ പനിനീർ പൂക്കളെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ടുലിപ്പും അങ്ങനെയൊക്കെ തന്നെയാണ്. വാലന്റൈൻസ് ഡേയിലും ഒക്കെ ടുലിപ്പ് ഒരു താരമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ. എന്തായാലും അതിൻ്റെ ഈ ഭംഗി തന്നെയാണ്. കണ്ടാൽ ആരും നോക്കി നിന്ന് പോകും. അത്രയും നിറങ്ങളിൽ വൈവിധ്യമാർന്ന പൂക്കളാണ്. അപ്പോൾ അതിങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ വളരെ മനോഹരമാണ്. എന്തായാലും ഇനി കശ്മീരിലെത്തുന്ന സഞ്ചാരികൾക്ക് ആ മഞ്ഞിൻ്റെ താഴ്വര കാത്തു വെക്കുന്നത് ടുലിപ്പിൻ്റെ വസന്തം കൂടിയായിരിക്കും. എല്ലാവർക്കും ആസ്വദിക്കാം. തീർച്ചയായിട്ടും അക്ഷയ. അക്ഷയ്ക്ക് ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും പോയി കാണേണ്ടതാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇനി അടുത്ത യാത്ര അങ്ങോട്ടേക്ക് ആക്കാവുന്നതാണ്. കാരണം വിപുലീകരിച്ച ഈ തോട്ടത്തിൻ്റെ ഭംഗി അത് ആസ്വദിക്കാവുന്നതല്ലേ. അതുകൊണ്ട്